ദീപക്, നല്ലൊരു പ്രഭാതമല്ല. വരുന്ന പ്രഭാത വാർത്തയും അത്ര സുഖകരമായ കാര്യമല്ല. ഇയാളെപ്പോലെ ഒരു ഹാർഡ് കോർ ക്രിമിനൽ കണ്ണൂരിൽ ഏറ്റവും സുരക്ഷയുള്ള സെൻട്രൽ ജയിലിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു എന്നുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ് ഈ മണിക്കൂർ നമ്മളെ തേടി വരുന്നത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജുമായി ഞാനിപ്പോൾ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് പോലീസിന് ഏതാണ്ട് 6 മണിയോടുകൂടി 10-ാം ബ്ലോക്കിൽ നിന്നും ചാടി എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഒരു കൈപ്പത്തിയില്ല എന്നുള്ളതും ഇയാളെ തിരിച്ചറിയാൻ സൗകര്യമാണ് എന്നുള്ളതും പറയുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നു. കാരണം രാത്രികാലത്ത് പോലുമല്ല, പുലർച്ചെ 6 മണിയോടുകൂടി, രാവിലെ 6 മണിയോടുകൂടി ചാടി എന്നാണ് പറയുന്നത്. അവിടെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ സെല്ലുകളാണ് ഈ 10-ാം ബ്ലോക്കൊക്കെ. ആ ബ്ലോക്കിൽ നിന്നും ചാടിയിരിക്കുന്നു. എങ്ങനെ ചാടി എന്നുള്ളതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ജയിലിൽ നിന്നും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് പറയുന്നത് എത്രയും വേഗം തന്നെ പിടികൂടാൻ സാധിക്കും. കാരണം ഇയാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. മാത്രവുമല്ല, പോലീസ് ഇപ്പോൾ ഗോവിന്ദച്ചാമിയുടെ ഏറ്റവും ഒടുവിലത്തെ ഫോട്ടോ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിപ്പോൾ 24-ൻ്റെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. കാരണം ഏറ്റവും ഒടുവിൽ ജയിലിൽ നിന്നുമുള്ള അയാളുടെ ഈ പ്രതിയുടെ ഫോട്ടോ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു നിഷ്ഠൂരമായ ഒരു കൊലപാതകമായിരുന്നു സൗമ്യയുടെ കൊലപാതകം. സൗമ്യയുടെ അമ്മ സുമതിയുടെ ദുഃഖം നമ്മൾ കണ്ടതാണ്. അത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സുരേശൻ്റെ നേതൃത്വത്തിൽ ആ കേസ് കോടതിയിൽ വളരെ കൃത്യമായി അവതരിപ്പിച്ചു. ഏറ്റവും ഒടുവിൽ അർഹമായ ശിക്ഷ നൽകുകയും പിന്നീടും നിയമ പോരാട്ടങ്ങൾ തുടർന്നതാണ്. കാരണം എറണാകുളത്തെ ജോലി കഴിഞ്ഞ് ഷൊർണൂരിലെ വീട്ടിലേക്ക് പാസഞ്ചർ ട്രെയിനിൽ വരുന്നതിനിടയിലായിരുന്നു ഈ ഒരു അക്രമകാരിയായ ഈ ഗോവിന്ദച്ചാമി സൗമ്യക്കെതിരെ വരികയും തന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു. അതിനുശേഷം കീഴ്പ്പെടുത്താൻ വഴങ്ങുന്നില്ല. അതിനുശേഷം അടിച്ച് കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ട്രെയിനിൽ നിന്നും വലിച്ച് ഇട്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് അതിൽ കണ്ടെത്തിയത്. അങ്ങനെയുള്ള ഒരു നിഷ്ഠുരനായ ഒരു കൊടും ക്രിമിനലാണ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയിരിക്കുന്നത്. ഒരു നിമിഷം മുൻ